മസാല ബോണ്ടിൽ അത്ര കണ്ട് മസാലയോ? എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ടിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എന്താണ് കിഫ്ബി എന്ന് ഒന്ന് അറിയുന്നത് ഉചിതമായിരിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതിന്റെ ചുരുക്കപ്പേരാണ് കിഫ്ബി. KIIFB, കിഫ്ബി എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇത് 1999 LDF ഗവൺമെന്റ് നിലവിലിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അസംബ്ലിയിലൂടെ നിയമവഴിയായിട്ട് ഇതിനെ കൊണ്ടുവരുന്നത്, ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ തുടർന്ന് ഉണ്ടായ ഭരണം UDFന്റേതായിരുന്നു. അപ്പോൾ UDFന്റെ ഭരണകാലത്ത് അതിനെ ഒന്നും ചെയ്തില്ല. പിന്നെ 2016-17 LDF ഭരണത്തിൽ വരുമ്പോഴാണ് ഇതിനെ പൊടി തട്ടി എടുക്കുന്നത്. അപ്പൊ ഇത് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കടം കൊള്ളാനുള്ള ഒരു ബജറ്റിന് പുറത്തുള്ള വഴി, ബജറ്റിന് പുറത്തുള്ള ഒരു വെഹിക്കിൾ എന്ന രീതിയിലായിരുന്നു ഇത് കൊണ്ടുവന്നത്. ഇപ്പൊ 2016-17 അത് 2016 LDF ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അന്ന് നിലവിലിരുന്ന UDF ഗവൺമെന്റിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഈ ഭരണം തന്നെ അടുത്ത തവണയും വരികയാണെങ്കിൽ 2021 ആകുമ്പോഴത്തേക്കും KSRTC ഡ്രൈവർമാർക്ക് ശമ്പളം ഉണ്ടാവില്ല, അങ്ങനെ കേരളം ആകെ കടക്കണിയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു വൈറ്റ് പേപ്പർ, LDF ഒരു വൈറ്റ് പേപ്പർ ഒരുക്കിയിരുന്നു. അപ്പൊ അതിന് ബദല് അവര് വരികയാണെങ്കിൽ അവര് വികസനം ഊട്ടി ഉറപ്പിച്ച് കടക്കണിയിലേക്ക് പോകാതെ ധനപ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം അത് കഴിഞ്ഞ് ഭരണത്തിൽ വരുന്നു. 2016-17 ഇലക്ഷനിൽ LDF ഭരണത്തിൽ വരുന്നു. LDF ഭരണത്തിൽ വരത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ അവരന്ന് സൃഷ്ടിച്ചിരുന്നു. അന്നും അവരെ സംരക്ഷിക്കാനായിട്ട് അവർക്കൊരു ഒരു പെൺ കഥയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഏത് പെൺകഥ, എന്ത് പെൺകഥ എന്നൊക്കെ കാര്യങ്ങള് ഇവിടെയുള്ള മലയാളികൾക്ക് മുഴുവനും അറിയാവുന്നതാണ്. എന്തായാലും LDF ഭരണം പിടിക്കുന്നു. LDF ഭരണം പിടിച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെയുള്ള വികസനം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി കടമെടുക്കാൻ തീരുമാനിക്കുന്നു 2016-17 ബജറ്റിൽ. പക്ഷെ അത് തീരുമാനിച്ച് അപ്പോൾ അത് ബജറ്റിന് പുറത്താണെന്നും ബജറ്റിനകത്ത് കടമെടുക്കാവുന്നതിന് നിയതമായ ഒരു രൂപമുണ്ട്. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് 2002 അനുസരിച്ച് നമ്മുടെ GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% മാത്രമേ നമുക്ക് ഒരു വർഷം കടം എടുക്കാനുള്ള അവകാശമുള്ളൂ. അത് അങ്ങനെ സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ, സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോയാൽ അവരെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിട കൊണ്ട് കേന്ദ്രം തന്നെയും കടക്കണിയിലേക്ക് പോകും. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ്, സംസ്ഥാനങ്ങൾ കടത്തിൽ പോകാതിരിക്കാനാണ്, അധികം കടം കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നതും അതുവഴിയായിട്ട് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടം എടുക്കാവൂ എന്ന് നിയമപരമായി നിജപ്പെടുത്തിയതും. അപ്പൊ ഈ 3% കടം കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് LDF ഗവൺമെന്റ് കാണുന്നു. ഇഷ്ടം പോലെ ഇഷ്ടമുള്ള മേഖലകളിലൊക്കെ ചെലവഴിച്ച് ദൂരത്തുമൊക്കെയായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിയതമായ രീതിയിലൊന്നും പോരാ. അപ്പൊ അവരതിനുവേണ്ടി ബജറ്റിന് പുറത്തുള്ള ഒരു വെഹിക്കിൾ എന്ന രീതിയിലാണ് ഈ പറയപ്പെട്ട കിഫ്ബിയെ കൊണ്ടുവരുന്നത്. 1999 തന്നെ അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഈ 2016-17 വേറൊരു അടവ് കൂടി എടുത്തു. എന്തായിരുന്നു ആ അടവ്? ഈ കിഫ്ബിയെ വേറൊരു അസംബ്ലി ആക്ട് വഴിയായിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ഓഡിറ്റിംഗ് CAGക്ക് വേണ്ട, അതിന്റെ എന്താ പറയുക, അതിന്റെ ഇൻട്രൊഡക്ടറി ഭാഗം മാത്രം എന്ന് വെച്ചാൽ കടം കൊണ്ടുള്ള കുറെ ആദ്യ ഭാഗങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി. ഈ കിഫ്ബിയുടെ പ്രവർത്തന ആദ്യന്തം ഓഡിറ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു നിയമം, അതായത് അസംബ്ലി വഴിയായിട്ട് വീണ്ടും പാസ്സാക്കി. എന്തിനാണ് അങ്ങനെ ചെയ്തത്? CAG ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ഒരു നിയമം കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വായ്പ എടുക്കുന്നു, അത് ബജറ്റിന് പുറത്താണ് എന്ന് ഇവര് ക്ലെയിം ചെയ്യുന്നു. അതിനെ നഖശിഖാന്തം CAG എതിർത്തിരുന്നു. CAG എങ്ങനെയൊക്കെയാണ് എതിർത്തിരുന്നത്?
ഒന്നാമത്, ഇത് ബജറ്റിന് പുറത്തല്ല അകത്താണ്. ബജറ്റിന് പുറത്തല്ല ബജറ്റിന് അകത്താണ് എന്ന് പറയാൻ CAG നിരത്തിയിരുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാരണം, എന്തുകൊണ്ടാണ് കമ്പനികളോ വ്യക്തികളോ ഈ കിഫ്ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്? കാരണം കിഫ്ബി ബോണ്ടുകൾ സോവറിൻ ബോണ്ടുകളാണ്. സോവറിൻ ബോണ്ടുകൾ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് കേരളയാണ് അതിന്റെ അത് തിരിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള, അതായത് കമ്പനി ഫെയിലായാൽ, കമ്പനി തിരിച്ചു കൊടുക്കാതെ വന്നാൽ അത് തിരിച്ചു കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇനി സംസ്ഥാന ഗവൺമെന്റ് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടക്കണിയിലേക്കോ മറ്റോ പോയാല് കേന്ദ്ര ഗവൺമെന്റ് ബെയിൽ ഔട്ട് ചെയ്യും. ഈ ഒറ്റ കാരണമാണ് പ്രധാനമായിട്ടും കിഫ്ബി ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാൻ പറ്റുക എന്നാണ് CAG ചൂണ്ടിക്കാണിച്ച ഒന്നാമത്തെ കാരണം. അപ്പം അതാണ് അതിന്റെ കാരണം. അല്ലാതെ കിഫ്ബിയുടെ പ്രത്യേക ഗുണം കൊണ്ടല്ല, ക്വാളിറ്റി കൊണ്ടല്ല, ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ടല്ല അതിന് ബോണ്ടുകൾ വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? ഇത് തുടങ്ങിയ കാലം 2016-17 ബജറ്റിൽ തന്നെ ഇന്ധനത്തിൽ സെസ് ഏർപ്പെടുത്തുകയും ആ സെസ് എമൗണ്ട് നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ് എന്ന് ബജറ്റിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ബജറ്റിൽ രേഖപ്പെടുത്തി ബജറ്റ് വഴി കളക്ട് ചെയ്യുന്നതാണ് ഈ സെസ് എന്ന് പറയുന്നത്. അത് ഖജനാവിലേക്കല്ലേ പോകേണ്ടത്? അത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എങ്കിൽ ആ കിഫ്ബി അക്കൗണ്ടും കിഫ്ബിയും ബജറ്റിനകത്ത് വരേണ്ടതല്ലേ? അതാണ് അവിടുത്തെ ന്യായം. ഇനി മൂന്നാമത്തെ കാരണം, 50%, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട്, അതായത് വെഹിക്കിൾസ്, മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% കിഫ്ബി അക്കൗണ്ടിലേക്ക് പോകുന്നു. അതും പോകേണ്ടത് ഖജനാവിലേക്കാണ്, പക്ഷെ അത് കിഫ്ബിയിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് CAG ചൂണ്ടിക്കാണിച്ചു ഇത് ബജറ്റിനകത്ത് വരേണ്ടതാണ്. അതല്ലാതെ ഇതിനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നിട്ട് വിളിക്കാമായിരുന്നു. ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്വയമേവ ഉള്ള കഴിവ് കൊണ്ട് ഇതുപോലെ ബോണ്ട്സ്, മസാല ബോണ്ടോ എന്തുമാകട്ടെ പേരിട്ട് വിളിക്കുന്നത്, ആ ബോണ്ട് സ്വീകരിക്കുക, പണം കിട്ടുക, അതുപോലെ അവര് തന്നെ കിഫ്ബി തന്നെ തിരിച്ചടയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന്, ബജറ്റിന് പുറത്തുള്ള വെഹിക്കിൾ എന്ന് പറയാം. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് CAG ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല CAG കുറച്ചുകൂടി കടന്നു. എന്താണ് പറഞ്ഞത്? ഇതിന്റെ ഉത്തരവാദിത്വം, അതായത് ഇതിന്റെ ഭാരം, ഈ കടഭാരം, അതായത് പലിശയും മുതലും ഒക്കെ കൊടുത്തു തീർക്കേണ്ട കടഭാരം മുഴുവനും ഭാവി ജനറേഷനെ, വരുന്ന തലമുറയെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇതിന്റെ ആക്ഷൻസ് ഒന്നും സുതാര്യമല്ല എന്ന് CAG ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യേക കാര്യവും കൂടിയുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. എന്താണത്? അതായത് CAGയുടെ കംപ്ലീറ്റ് ഓഡിറ്റിംഗ് തടഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിൽ സുതാര്യതയില്ല. ഇത് കംപ്ലീറ്റ് ഓഡിറ്റിങ്ങിന് പോയി സുതാര്യതയുണ്ടെങ്കിൽ പിന്നെ CAG കംപ്ലീറ്റ് ഓഡിറ്റിംഗ് നടത്തേണ്ട എന്ന് ഒരു നിയമം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ CAG നഖശിഖാന്തം എതിർത്തിരുന്നു. പക്ഷേ LDF ഗവൺമെന്റ് ഈ കിഫ്ബി വഴിയുള്ള പദ്ധതിയുമായി മുൻപോട്ട് പോയി. അങ്ങനെയാണ് 2019 മാർച്ച് മാസത്തിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് 2150 കോടിയുടെ മസാല ബോണ്ട് എന്ന് പറയാൻ കാരണം അത് കേരള ഉൽപ്പന്നമാണ്. കേരളത്തിലെ മസാല സ്പൈസസ് ഒക്കെ വളരെ വിശേഷമാണ്, വേൾഡ് ഫേമസ് ആണ്. അപ്പൊ അങ്ങനെ മസാല ബോണ്ട് എന്ന പേരിട്ട് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മസാല ബോണ്ട് എന്ന പേരിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, എന്തിന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയത്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലോകത്തെ 2ാമത്തെ ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അത് മാത്രവുമല്ല, ലോകത്തെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതും ഫുള്ളി ഡെവലപ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വളർന്നു വന്നതാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ അങ്ങനെയുള്ള ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിനെ രജിസ്റ്റർ ചെയ്ത് ആദ്യത്തെ ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയരും, ഈ മസാല ബോണ്ട് ചൂടപ്പം പോലെ വിറ്റഴിയും എന്നൊക്കെയുള്ള വ്യാമോഹം കൊണ്ടോ അല്ലെങ്കിൽ ആ ശുഭപ്രതീക്ഷ കൊണ്ടോ ആണ് ഇത്. വേറെയും കാരണങ്ങൾ കാണും, നാം അറിയാത്ത കാരണങ്ങൾ, വേറെ കാരണങ്ങൾ ഉണ്ടെന്നാണല്ലോ നമ്മുടെ രാഷ്ട്രീയ മേഖലയിലൊക്കെ സംസാരിക്കുന്നത്. അതായത് ഇത് മാർച്ചിലാണ് അവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിട്ട് വിൽപ്പന, CDPQന് വിൽപ്പന നടത്തുന്നത് എങ്കിൽ CDPQ ആണ് ആദ്യമായിട്ട് 2150 കോടി രൂപ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതിന് മസാല ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റിന് മാർച്ചിലാണ് നടത്തുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി. അതിനു മുൻപ് തന്നെ ആ ജനുവരിയിൽ തന്നെ
2017 ജനുവരിയിൽ തന്നെ ലാവ്ലിൻ കമ്പനിയുമായിട്ട് ഈ CDPQ, ലാവ്ലിൻ കമ്പനിയിലെ CDPQന് 20% ഷെയർ ഉള്ളതാണ്. അങ്ങനെയുള്ള CDPQമായിട്ട് ഈ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ എഗ്രിമെന്റ് ഒക്കെ ആക്കി, അതായത് അവരെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ആകാം എന്നുള്ള കരാറൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് പല റൗണ്ട് സംസാരമൊക്കെ നടത്തി തീരുമാനം എടുത്താണ് മാർച്ചിൽ ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വച്ച് ഇങ്ങനെ ഇത് ബോണ്ട്, മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതും അവിടെ വെച്ച് CDPQ 2150 കോടി. അപ്പൊ അങ്ങനെ രാഷ്ട്രീയമായ ചായ്വുകളൊക്കെ ഉണ്ട്. അത് അവിടെ അവർ ലാവ്ലിൻ കമ്പനിയും CDPQ കമ്പനി, അതൊരു CDPQ കമ്പനി എന്ന് പറയുന്നത് ഒരു പെൻഷൻ കമ്പനിയാണ്. ഈ പെൻഷൻ കമ്പനിയും മറ്റേ ലാവ്ലിൻ കമ്പനിയുമായിട്ടുള്ള ബന്ധം, അത് പിണറായി വിജയനുമായിട്ടുള്ള 41 പോലും പിണറായി വിജയന്റെ ആ കേസ്, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 41 തവണ പോലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ, അതായത് ഇവിടുത്തെ LDF ഗവൺമെന്റും BJP ഗവൺമെന്റും തമ്മിലുള്ള ഒരു രഹസ്യ അജണ്ട, അതിന്റെ പേരിലാണ് 41 പ്രാവശ്യം പോലും ആ കേസ് മാറ്റിവെക്കപ്പെട്ടത്. അപ്പൊ ആ ലാവ്ലിൻ കമ്പനിക്ക് താല്പര്യമുള്ള ഒന്നാണ് ഈ CDPQ. ആ CDPQ ആണ് 2150 കോടി, അതും 9.723% പലിശയാണ്. അത്ര ഉയർന്ന പലിശയ്ക്ക്, അതായത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ പ്രിൻസിപ്പൽ സം എന്ന് പറയുന്നത് 2150 കോടിയാണ് മസാല ബോണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെച്ച്. അതിന് പലിശയായിട്ട് കൊടുക്കേണ്ട എമൗണ്ട് ആ കാലദൈർഘ്യത്തിൽ തന്നെ വരുന്നത് 48% മുകളിൽ വരുന്നുണ്ട്. ഈ പ്രിൻസിപ്പൽ സമ്മിന്റെ, അതായത് ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ 48% അതിന്റെ പലിശയായിട്ട് തന്നെ കൊടുക്കേണ്ടി വരുന്നു. അത്ര ഉയർന്ന പലിശയ്ക്കാണ് കമ്പനി ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഉയർന്ന പലിശയ്ക്ക് ബോണ്ടുകൾ കുറച്ച്, അതും തീരെ ഷോർട്ട് പീരീഡിലേക്കുള്ളതല്ല, ലോങ് പീരീഡിലേക്കുള്ള ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേൾഡ് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് നിന്നോ ബോറോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ കിഫ്ബിയോ മറ്റേതൊരു ഇത് വഴി, റിസർവ് ബാങ്ക് കൗണ്ടർ വഴി ഒക്കെ ബോറോ ചെയ്യുമ്പോൾ 5% താഴ്ന്ന പലിശയ്ക്കാണ് നമുക്ക് വായ്പ ഗവൺമെന്റിന് വായ്പ കിട്ടുന്ന, ഏത് സംസ്ഥാന ഗവൺമെന്റിനും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ 9.723% പലിശയ്ക്ക് ഉള്ള വായ്പ എടുത്തു. അങ്ങനെ നമ്മുടെ ഖജനാവിനെ കാലങ്ങളോളം കാലിയാക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപാടാണ് അവിടെ നടന്നത് എന്നൊക്കെയുള്ളതാണ്. വെറും വിമർശനമല്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ടും അത്രയും ഉയർന്ന പലിശയ്ക്ക് എന്തുകൊണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി എന്ന് പറയുമ്പോഴാണ് അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ട്, അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ട്, അത് ലോക കമേഴ്ഷ്യൽ ഫീൽഡിൽ അതിനിപ്പോഴും ഉള്ള പ്രസക്തി കൊണ്ട്, അപ്പൊ അത് ഈ കേരളത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗും ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗും ഉയർത്തിപ്പിടിക്കാൻ അത് സഹായിക്കും എന്നൊക്കെയുള്ള കാരണങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് 2150 കോടി രൂപയുടെ, അതായത് ഇന്ത്യൻ രൂപയിൽ ഇറക്കിയിട്ടുള്ള ബോണ്ടാണ് മസാല ബോണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ രൂപയിൽ തന്നെയാണ് അന്ന് ഡോക്ടർ ഐസക്കൊക്കെ അതിന് തന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ 9.72% പലിശ എങ്കിൽ പോലും അത് ഇന്ത്യൻ രൂപയിലാണ് പലിശ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ മറ്റിപ്പോ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ വായ്പ എടുക്കുകയാണെങ്കിൽ അത് ഡോളർ ടേംസിലായിരിക്കും പലിശ കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത് രൂപ ടേംസിലേക്ക് ആക്കുമ്പോഴേക്കും അതിനേക്കാളൊക്കെ ഈ 2%, 1.5% എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന വായ്പകൾ പോലും അതിനേക്കാളൊക്കെ ഈ 9% ഉയർന്നു പോകും എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷനാണ് അന്ന് നമുക്ക് അവർ തന്നിരുന്നത്. ഏതായാലും ഇപ്പൊ ആ വായ്പ എടുത്തതിന്റെ പേരിലല്ല, ഇപ്പൊ ED ഇവർക്ക് എതിരെ, അതായത് ആർക്കെതിരെയാണ്, ഫെമ ആക്ടിന്റെ ലംഘനം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസുമായിട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഫെമ ആക്ടിന്റെ ലംഘനം വരുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് ഫെമ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നാമത് ആദ്യത്തെ കേസൊക്കെ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുവാദം കൂടാതെയാണ് ഈ വായ്പ എടുത്തത് എന്നുള്ളതായിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്
ഏത് വിദേശ മേഖലയിൽ നിന്ന് ഒരു സംസ്ഥാനം വായ്പ എടുക്കണമെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വഴി വേണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വായ്പ എടുക്കുന്നത് എപ്പോഴും റിസർവ് ബാങ്ക് ആണ്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് വഴി വേണം വായ്പ എടുക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അത് ലംഘിച്ചു എന്നായിരുന്നു ആദ്യത്തെ വിമർശനം. പക്ഷെ അതിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഉത്തരം ലംഘിച്ചിട്ടില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി വേണ്ട രീതിയിൽ റിക്വസ്റ്റ് എല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻസ് എല്ലാം ഫയൽ ചെയ്ത് കണ്ടീഷൻസ് ഒക്കെ പൂർത്തിയാക്കിയാണ് വായ്പ എടുക്കാൻ പോയത് എന്ന് പറഞ്ഞാണ് അത്തവണ അവര് ആ കേസിന്റെ പിടിയിൽ നിന്ന് മാറിയത്. പക്ഷെ ഇത്തവണ വന്നത് ഫെമ ആക്ടിന്റെ ലംഘനമുണ്ട് എന്ന് പറഞ്ഞാണ്. അപ്പൊ ഫെമ ആക്ടിന്റെ ലംഘനം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? 466.91 കോടി രൂപ ഭൂമി വാങ്ങിക്കാൻ, അതായത് കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഭൂമി വാങ്ങിക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ വിദേശത്ത് നിന്ന്, അതായത് റിസർവ് ബാങ്ക് വഴി കൊടുത്തിരുന്ന ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അനുസരിച്ച്, ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ചട്ടം അനുസരിച്ച് വിദേശത്ത് നിന്ന് വായ്പ വാങ്ങിയാൽ അത് കമേഴ്ഷ്യൽ ആയിട്ട് ഭൂമി വാങ്ങാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ പക്ഷെ അതിന് അങ്ങനെ 466.19 കോടി അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അത് മാത്രവുമല്ല, ഇപ്പോ അതിന്റെ സിഇഒ, കിഫ്ബിയുടെ സിഇഒ മിസ്റ്റർ എബ്രഹാം ഇപ്പോൾ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്, പൊതുജനത്തോടും പറഞ്ഞിരിക്കുന്നത് 66 കോടി മാത്രമാണ് ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചത്. അതും ഏത് ഭൂമി? കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുള്ള ഭൂമി അല്ല വാങ്ങിയത്, അക്യൂസിഷൻ ആണ് നടത്തിയത്, ഭൂമിയുടെ അക്യൂസിഷൻ ആണ് നടത്തിയത് എന്നാണ് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ നമുക്കറിയാം 2016-17 ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് കൊണ്ടുവന്നിരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിപ്പോഴും നിലം തൊടാതെ കിടക്കുകയാണ്. പക്ഷെ ആ പ്രോജക്റ്റ് ഏതാണ്? അതായത് നമ്മുടെ കൊച്ചി കോയമ്പത്തൂർ വഴി ബാംഗ്ലൂരിലേക്കുള്ള വ്യവസായ ഇടനാഴി, അതായത് ഇൻഡസ്ട്രിയൽ കോറിഡോർ. ആ ഇൻഡസ്ട്രിയൽ കോറിഡോർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ സംസ്ഥാനത്തെ ജനവും വ്യാപാരി വ്യവസായികളും എല്ലാം കണ്ടിരുന്നത്. കാരണം അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ MSME സെക്ടർ, നമ്മുടെ വ്യാവസായിക മേഖല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ അങ്ങേയറ്റം ഉയർന്നു എന്നൊക്കെ പറയുന്നതെങ്കിലും വ്യവസായങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഇവർ കണക്ക് കൊണ്ട് കളിക്കുന്നുണ്ട്, ഒരുപാട് വ്യവസായങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നതോ വ്യവസായങ്ങൾ വരുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. കുടുംബശ്രീയുടെ മൈക്രോ എന്റർപ്രൈസസ് ഓഫ് കോഴ്സ് ഒരു സത്യമാണ്. കേരളം വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന്റെ കാര്യത്തില്. അതല്ലാതെ ഇവിടെ കാര്യമായ വ്യാവസായിക വളർച്ചയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു സംസ്ഥാനത്ത് ഒരു വ്യവസായ ഇടനാഴി വന്നു കഴിഞ്ഞാൽ മുഖച്ഛായ മാറും എന്നുള്ളത് വസ്തുതയാണ്. അതിനു വേണ്ടി ഭൂമി അക്വയർ ചെയ്താൽ അത് അക്വിസിഷൻ എന്ന് നമുക്ക് പറയാം. അതും അല്ലെങ്കിൽ മറ്റ് റെയിൽവേ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നാഷണൽ ഹൈവേ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഹൈവേ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ അക്വയർ ചെയ്യുന്ന ഭൂമിയെ, അതിനെയൊക്കെയാണ് അക്വിസിഷൻ. അതിന് കുഴപ്പമില്ല. ഇങ്ങനെ ഫെമ ആക്ടിന്റെ ലംഘനം അതിലില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 466.91 കോടി ഫെമ ആക്ടിന്റെ ലംഘനത്തോടെ കമേഴ്ഷ്യൽ ആയിട്ട് ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. 66 കോടിയെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് തന്നെ ലാൻഡ് അക്വിസിഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അറ്റകൈ എന്താണ് ഇപ്പോഴും EDയോട് പറയുന്നത്? ED ഓരോ ഇലക്ഷൻ സമയത്തും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു. അതായത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരുപോലെ, എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ആവശ്യം വരുന്നത്. അതായത് ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോഴത്തേനും LDF ഗവൺമെന്റും BJP ഗവൺമെന്റ്, കേന്ദ്രത്തിലെ BJP ഗവൺമെന്റും കൂടെ രഹസ്യമായിട്ട് ഒരു അജണ്ട ഉണ്ടാക്കും, കൈകോർക്കുമെന്ന്. അങ്ങനെയാണ് നമുക്കിവിടെ ചില MP-മാരൊക്കെ ഉണ്ടാകുന്നത്, അതുപോലെ മന്ത്രിമാരുണ്ടാകുന്നത് ആ കൈകോർക്കലിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അങ്ങനത്തെ കൈകോർക്കൽ എന്തിനു വേണ്ടിയാണ്? കൂടുതൽ MLA-മാരുണ്ടാകണം, കൂടുതൽ MP-മാരുണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ BJPക്ക് കൂടുതൽ പിടിമുറുക്കാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഇപ്പം ഈ ഫെമ ആക്ടിനെ ലംഘിച്ചു എന്ന് പറഞ്ഞ ആർക്കൊക്കെയാണ് ഷോ കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക്, നേരത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്, അതുപോലെ തന്നെ കിഫ്ബിയുടെ CEO ആയിട്ടുള്ള മിസ്റ്റർ എബ്രഹാമിന്. ഇവർക്ക് 3 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് 3 പേർ, രണ്ടുപേരുടെ കാര്യം അപകടത്തിന് അല്ല, അത്ര വലിയ ഇഷ്യൂ അല്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു ഷോ കോസ് നോട്ടീസ് വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ പറയപ്പെട്ട 2 കൂട്ടരെയും, അതായത് കേന്ദ്ര ഗവൺമെന്റിനെയും
സംസ്ഥാന ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി അതിനകത്ത് ഉണ്ട്, തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി, ഒരു ഗൂഢക്കണ്ണി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിമർശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ഡോക്ടർ ഐസക് ഈ അടുത്തിടെ പറയുന്നത് എന്താ വെച്ചാല് 90,562 കോടിയാണ് കിഫ്ബി വഴി വായ്പയെടുത്ത് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. 90,562 കോടി. പക്ഷെ ഈ അടുത്ത ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വേറൊരു കണക്കുണ്ട് കേട്ടോ. 1.5 ലക്ഷം കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം, അത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. 1.5 ലക്ഷം കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ബജറ്റിനകത്തു നിന്ന് എടുത്ത ഫണ്ടും അതുപോലെ കിഫ്ബിയുടെ ഫണ്ടും കൂടെ ചേർത്തിട്ടാകാം ഒരുപക്ഷെ 1.5 എന്നുള്ള ഒരു കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അത് CAGയുടെ കണ്ടെത്തലുമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ചേർന്ന് പോകുന്നില്ല. CAG എന്താണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? കഴിഞ്ഞ മാർച്ചിൽ വന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്താണ്? അതായത് സംസ്ഥാന ബജറ്റിനകത്ത് നിന്ന് കടം കൊള്ളുന്ന ഫണ്ട്, കിഫ്ബി കൊണ്ട് കടം കൊള്ളുന്നതല്ല, സംസ്ഥാന ബജറ്റിനകത്ത് 3% വരെ GSDPയുടെ 3% വരെ കടം കൊള്ളാം. അങ്ങനെ കടം കൊള്ളുന്ന ഫണ്ടിന്റെ 98% പലിശ കൊടുക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആകെ ബാക്കിയുള്ളത് 2% ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞ 1,50,000 കോടി അല്ലെങ്കിൽ 1.5 ലക്ഷം കോടി ഇൻഫ്രാസ്ട്രക്ചറിൽ, അടിസ്ഥാന സൗകര്യത്തിൽ ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റുക? മാത്രവുമല്ല, നമുക്കൊക്കെ അറിയാം ഈ കഴിഞ്ഞ 2024-25 ബജറ്റ് കഴിഞ്ഞ ഡിസംബറിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പ്രഖ്യാപിച്ചതാണ് 50%, അതായത് പ്ലാൻ ഫണ്ട് 50% വെട്ടിക്കുറച്ചു എന്ന്. പ്ലാൻ ഫണ്ട് 50% വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി 50%, അതിനുശേഷം പിന്നെയും വെട്ടിക്കുറവ് നടത്തി. എങ്കിലും ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് 50% ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞു. പിന്നെ എവിടെയാണ് 1.5 ലക്ഷം കോടി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ചെല്ലുക? അപ്പൊ ഇതിലൊക്കെ ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഇപ്പോഴും വളരെ മോശമായിട്ട് കിടക്കുകയാണ്. മിസ്റ്റർ തോമസ് ഐസക് പറയുന്നതാകട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതാകട്ടെ, ഇതൊന്നും നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളല്ല. കാരണം ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലുമാണ് ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കിടക്കുന്നു നമുക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി മരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ അതായത് ഈ SAT ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി, അവിടെ എന്താ സംഭവിച്ചത്? ഒരു രാത്രി മുഴുവനും ഇരുട്ടിലായിരുന്നു. എന്തുകൊണ്ട് ഇരുട്ടിലായി? മെയിൻ്റനൻസ് നടത്തിയില്ല. മെയിൻ്റനൻസ് നടത്തുന്നത് ഈ പറയപ്പെട്ട മൂലധന, അതായത് പ്ലാൻ ഫണ്ടിൽ നിന്ന് വന്നിട്ടാണ് മെയിൻ്റനൻസ് നടത്തേണ്ടത്. അതിന് ഫണ്ടില്ലായിരുന്നു, മെയിൻ്റനൻസ് നടത്തിയില്ല. ഒരു രാത്രി മുഴുവനും പ്രസവമൊക്കെ എന്താ പറയുക, സ്മാർട്ട് ഫോണിന്റെ വെളിച്ചത്തിൽ പ്രസവം എടുക്കുന്ന അവസ്ഥയൊക്കെ ഇവിടെ കാണിച്ചിരുന്നു. അപ്പൊ അത്തരം ഒരു ദുരന്ത അവസ്ഥയാണ്, ശരിക്കും ദുരവസ്ഥയാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് ഈ മൂലധന നിക്ഷേപം ഇത്ര കണ്ടു വർദ്ധിച്ചു. ഇനി നമുക്ക് റോഡുകളുടെ കാര്യം പറയാനില്ല. റോഡുകളുടെ കാര്യത്തിലൊക്കെ കോടതി വരെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 90,562 കോടി കിഫ്ബി വഴിയെടുത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് കേരളത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ ആർക്കാ ചിരി വരാതിരിക്കുന്നത്? കാരണം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവർക്ക് നടുവില്ല, കാറിൽ യാത്ര ചെയ്യുന്നവർക്കോ അതുപോലെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവർക്കോ ഒക്കെ ആരോഗ്യ സുരക്ഷയ്ക്ക് ആയുർവേദ ഹോസ്പിറ്റൽസിനെ കാണേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അത് മാത്രവുമല്ല, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് എപ്പോഴൊക്കെയാണ് ഇവർക്ക് ഇവര് തന്നെ പറയുന്നു ഇവരെ ഭയപ്പെടുത്താൻ വേണ്ടി, അതായത് ഭയപ്പെടുത്തി വേണം BJPക്ക് കുറച്ച് കൂടുതൽ സീറ്റ് കേരളത്തിൽ നേടാൻ. മറ്റു പാർട്ടികളെ, കോൺഗ്രസിനെയും മറ്റ് LDFനെയും ഭയപ്പെടുത്തി. ആ ഭയപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് 2021 അസംബ്ലി ഇലക്ഷൻ വന്നപ്പോഴേക്കും
ഇങ്ങനെ ED നോട്ടീസും കൊണ്ടുവന്നു. അതുപോലെ 2024 ലോകസഭാ ഇലക്ഷൻ വന്നപ്പോഴും ED നോട്ടീസ് കൊണ്ടുവന്നു. ഇപ്പൊ ഇതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അത് കഴിഞ്ഞ് ലോകസഭാ ഇലക്ഷൻ അല്ല അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പൊ വീണ്ടും ED ആയിട്ട്. അപ്പൊ ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി അവരെ കൊണ്ട് തന്നെ പിന്നെ BJPക്ക് വേണ്ട ഒരു അടിത്തറ പണിതു കൊടുപ്പിക്കുക. ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റും ഒട്ടും വിഭിന്നമല്ല പെരുമാറ്റം. ഈ പറയപ്പെട്ട കിഫ്ബി സത്യത്തിൽ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ ഉണ്ടാക്കിയത്, അതോ കടമെടുത്ത് ദൂർത്തടിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന കാര്യം ഇവിടുത്തെ ജനം LDFനോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്.